കുട്ടികളുടെ അമ്മമാരാണ്. കുട്ടികൾ നല്ല മാതൃ മനസ്സുണ്ടാകാനാണ് വളരേണ്ടത്. ബി ഗുഡ് മദേഴ്സ്. നല്ല അമ്മ മനസ്സുള്ള മക്കളായി വളരുവാൻ മാതൃത്വവും മനസ്സാക്ഷിയുമുള്ള നല്ല മക്കളെ രൂപപ്പെടുത്തുവാൻ മാതാപിതാക്കളും അധ്യാപകരും ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങൾ അതിനു വേണ്ടി പരിശ്രമിക്കുക. രണ്ടാമത്തെ ലക്ഷ്യമായിട്ട് എനിക്ക് പങ്കുവെക്കാനുള്ളത് ബി ഗുഡ് മോറൽസ്. മൂല്യബോധമുള്ള നല്ലൊരു സമൂഹത്തെ വളർത്തിയെടുക്കുവാൻ മൂല്യബോധമുള്ള നല്ല അധ്യാപകരും മാതാപിതാക്കളും ഉണ്ടാകണം. നല്ല മൂല്യബോധമുള്ള മാതാപിതാക്കളും അധ്യാപകരും ഉണ്ടാകുമ്പോഴാണ് മക്കളിൽ നല്ല മൂല്യബോധ്യങ്ങൾ രൂപപ്പെടുക. രണ്ടാമത് അതാണ് ബി ഗുഡ് മോറൽസ്. മൂന്നാമതായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ബി ഗുഡ് മോഡൽസ്. അധ്യാപകരും മാതാപിതാക്കളും കുട്ടികൾക്ക് നല്ല മാതൃകയാവണം. മാതൃകയാകുമ്പോഴാണ് നാളത്തെ സമൂഹത്തിന് മാതൃകാപരമായ വ്യക്തിത്വങ്ങളായിട്ട് നമ്മുടെ മക്കൾ വളരുക. അതിനെയാണ് അവരെ പഠിപ്പിച്ചെടുക്കേണ്ടത്. അവർ സമൂഹത്തിന്റെ നല്ല മോഡലുകളായി വളരുവാൻ പഠിക്കേണ്ടതുണ്ട്. നാലാമതായി അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും ലക്ഷ്യം ബി ഗുഡ് മോൾഡേഴ്സ്. നല്ല രൂപപ്പെടുത്തുവാൻ കഴിവുള്ളവരായിട്ട് കയ്യിൽ കിട്ടുന്ന കളിമണ്ണ് പോലെയാണ് ഓരോ കുഞ്ഞിന്റെയും ജീവിതം. നമ്മുടെ കഴിവും മിഴിവുമനുസരിച്ച് അവരെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് ഓരോ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും വലിയ ദൗത്യമാണ്. വരും തലമുറയെയും വരും രാഷ്ട്രത്തെയും വളർത്തിയെടുക്കുവാനുള്ള യോദ്ധാക്കൾ നമ്മുടെ മക്കളാണ്. വിദ്യാർത്ഥികളെ, നമ്മൾ ഒരു പുതിയ ലോകത്തെ രൂപപ്പെടുത്തിയെടുക്കുവാൻ വേണ്ടിയാണ് വിദ്യ അഭ്യസിക്കേണ്ടത്. ഈ 4 ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഈ 3 കൂട്ടർ എങ്ങനെ ഒന്നിക്കുന്നുവോ അവിടെയാണ് വിജയം നേടുക. അധ്യാപകരും മാതാപിതാക്കളും കുട്ടികളും ഈ 4 ലക്ഷ്യത്തിന് വേണ്ടി ബി ഗുഡ് മദേഴ്സ്, ബി ഗുഡ് മോറൽസ്, ബി ഗുഡ് മോഡൽസ്, ബി ഗുഡ് മോൾഡേഴ്സ്. ഈ 4 ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ കുറെ മനസ്സോടെ കൈകോർക്കുവാനായാൽ വിജയം സുനിശ്ചയമാണ്. അതിനുവേണ്ടി ആശംസകൾ നേരുന്നു. എല്ലാവിധ നന്മകളും നേരുന്നു. ഈ നാടിന്റെ അഭിമാനമായി ഈ വിദ്യാലയം കൂടുതൽ വളരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിനെ സാരഥ്യം വഹിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ അഭിനന്ദനം പങ്കുവെച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Father. Every young minds are showered with skills. Schools are just a platform to mold them and make out their best. We, the Dominicans, always took initiatives to explore the innovation in those minds. Now, we move on to the most awaited event of the day, the cultural inauguration. I am much happier to invite Reverend Father Sanil Kuchupurakaran, Principal of St. Raphael Public School, the National CBSE Award winner, for the inaugural ceremony. Father, I kindly request you to come forward and address the audience. We also expect a song from you, Father. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, അധ്യാപകരെ, കുട്ടികളെ, നാട്ടുകാരെ, എനിക്ക് ഭയങ്കര സന്തോഷത്തിന്റെ ഒരു നിറവിലാണ് ഞാൻ. കാരണം പാലക്കാട്ടിൽ നിന്ന് എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത് ഒരു വലിയ പ്രിവിലേജ് ആയിട്ട് കാണുന്നു. ഡൊമിനിക്കൻ സിസ്റ്റേഴ്സ് എന്നോട് കാണിച്ച ഈ വലിയ സ്നേഹത്തിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഇവിടെ കുട്ടി പറഞ്ഞു
Now it is going to take place the inauguration of cultural fest, or what we are expected. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണീരാകേണമേ. മാതാപിതാക്കളെ ഇന്ന് കാണാൻ പറ്റുന്നില്ല, എല്ലാരും പാടുകയാണ്. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണീരാകേണമേ. നല്ല വാക്കിന്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ. സ്നേഹമാകുന്ന ഗീതമോ നിന്റെ മനസ്സിനിണയാകണേ. സത്യമെന്തെന്ന ബോധമോടെ ഞാൻ ശാന്തി അറിയണമേ. സ്നേഹമുള്ള മാതാപിതാക്കൾ, എനിക്ക് തോന്നുന്നു ഇവിടെ അഭിനന്ദി പിതാവും ബഹുമാനപ്പെട്ട തോമസ് അച്ഛനൊക്കെ പറഞ്ഞു കഴിഞ്ഞു. കലയെന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൽ നിന്ന് മാറ്റി നിർത്തി കാണേണ്ട ഒന്നല്ല. സംഗീതം എന്ന് പറയുന്നത്, സാഹിത്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നടനം എന്ന് പറയുന്നത്, നാട്യം എന്ന് പറയുന്നത്, അഭിനയം എന്ന് പറയുന്ന എല്ലാ കലാ പ്രദർശനങ്ങളും മനുഷ്യന്റെ സംസ്കരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നല്ല സ്വഭാവത്തിന്റെ സംസ്കരണത്തിന്, ഒപ്പം മൂല്യബോധങ്ങളെ കൂടെ പിടിച്ചുകൊണ്ട് സന്തോഷിക്കാൻ, to celebrate the excellence of oneself and others. That is the aim of art. അതുകൊണ്ട് ഈ അവസരത്തിൽ ഇവിടെയുള്ള നല്ലവരായിട്ടുള്ള നാട്ടുകാരെ സ്വർഗതുല്യമായിട്ട് ഇവിടെ അലങ്കരിച്ചിരിക്കുന്ന ഈ സ്കൂൾ അങ്കണത്തിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് തോന്നുന്നു പ്രകൃതി പോലും സന്തോഷം കൊണ്ട് ചിരി തൂകുന്ന ഒരു അവസ്ഥയാണ് എനിക്കുണ്ടായത്. ഈ അവസരത്തില് എനിക്ക് ഇവിടെയുള്ള വിദ്യാലയമായിട്ട് ബന്ധമുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ഇവിടുത്തെ അധ്യാപകരെ ട്രെയിൻ ചെയ്യാനായിട്ട് വന്നിരുന്ന ഒരു 1 ഡേ പ്രോഗ്രാമിന് അന്ന് തന്നെ മനസ്സിലായതാണ് ഈ സ്കൂളിന്റെ നന്മ, അധ്യാപകരുടെ പാഷൻ, പ്രിൻസിപ്പലിന്റെ ദർശന വൈഭവം, അതുപോലെ തന്നെ കുട്ടികളുടെ സാമർഥ്യവും താല്പര്യവും വളരാനുള്ള പ്രാപ്തിയും. സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറഞ്ഞു, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ദാറ്റ് എക്സിസ്റ്റ് ഇൻ ഹ്യൂമൻ ബീയിങ്. മനുഷ്യനിൽ കുടികൊള്ളുന്ന, ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന നന്മകളുടെ പ്രകാശനമാണ് വിദ്യാഭ്യാസം. എനിക്ക് തോന്നുന്നു ഇനി നമ്മൾ അല്പസമയത്തിനുള്ളിൽ ചില പ്രസംഗങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കൾ കാത്തിരിക്കുന്നത് കുട്ടികളുടെ പ്രകടനത്തിനും പ്രകാശനത്തിനും വേണ്ടിയിട്ടാണ്. അവര് കളിക്കുന്ന കളികൾ കണ്ട് അവർ അപ്രീഷിയേറ്റ് ചെയ്യാനാണ്. അതുകൊണ്ട് ഈ പ്രസംഗങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് കഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള ചിന്തയാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് എനിക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. സ്നേഹമുള്ള മാതാപിതാക്കൾ, ഒരു വാക്ക് മാത്രം പറയുകയാണ്. സ്കൂൾ ഈസ് എ ഫാമിലി. It is not simply house. House is where people live together, but home is where people love together. എനിക്ക് തോന്നുന്നു സ്നേഹത്തിന്റെ ഒരു അന്തരീക്ഷമാണ് ഈ സെന്റ് ഡൊമിനിക്സ് സ്കൂളിൽ ബഹുമാനപ്പെട്ട അധ്യാപകരും സിസ്റ്റേഴ്സും ഒക്കെ കൂടി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്നേഹത്തിന്റെ പ്രകാശനമാണ് ഇവിടെ മുഴുവൻ പ്രഭ തൂകി നിൽക്കുന്ന ഈ സാഹചര്യം എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് എന്നെ ഇവിടെ വിളിച്ചതിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ചേട്ടന്മാർ എനിക്ക് ആ പാട്ടിന്റെ ട്രാക്ക് ഒന്ന് ഇട്ട് തന്നു കഴിഞ്ഞാൽ സ്നേഹത്തെ സൂചിപ്പിക്കുന്ന, ഇവിടെ ഇരിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും ഈ വിദ്യാലയത്തിലെ എല്ലാ കുട്ടികൾക്കും അധ്യാപകർക്കും ഇത്രയും മനോഹരമായിട്ടുള്ള അക്കാദമിക് നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുന്ന സെന്റ് ഡൊമിനിക്സ് സ്കൂളിന് എല്ലാവിധ ആശംസകളും പാലക്കാട് ജില്ലയുടെ പേരിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ ആ പാട്ട് നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കുകയാണ്. ചേട്ടന്മാരെ പ്ലീസ് ട്രാക്ക്.
കുട്ടികളുടെ പ്രകാശനത്തെ അല്ലെങ്കിൽ നന്മകളെ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. അതുകൊണ്ട് എന്നെയും നിങ്ങൾക്കൊന്ന് പ്രോത്സാഹിപ്പിക്കാത്ത if you would like ഒരു വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്തായാലും പാലക്കാടിന്റെ ഇവിടെ വരെ എത്തിയതല്ലേ. ക്രിസ്മസ് എന്ന് പറയുന്നത് ശരിക്കും സെലിബ്രേഷൻ ഓഫ് ഹാപ്പിനെസ് ആൻഡ് ലവ്. ക്രിസ്മസ് is equal to simply celebration of joy and happiness, perennial, eternal. എന്നും നിലനിൽക്കുന്ന സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ഉത്സവമാണ് ജീസസിന്റെ പിറവിയിലൂടെ നമുക്ക് ലഭ്യമായത്. അതുകൊണ്ട് ഇന്ന് ഈ അങ്കണത്തിലേക്ക് കടന്നു വരാൻ അവസരം നൽകി ഇവിടെയുള്ള എല്ലാ അധികൃതരെയും ഏറെ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഞാൻ നന്ദിയുടെ നറുമലരുകൾ അർപ്പിക്കുന്നു. ഇവിടെയുള്ള എല്ലാ മാതാപിതാക്കളെയും അതുപോലെ തന്നെ അധ്യാപക സുഹൃത്തുക്കളെയും കുട്ടികളെയും നിങ്ങളുടെ ഇനി തുടർന്നു വരുന്ന കലാപരിപാടികൾ, യു സ്റ്റാമ്പ് ഓൺ ദ സ്റ്റേജ് ആൻഡ് പ്രൂവ് ദാറ്റ് യു ആർ എക്സലന്റ് ഇൻ ആർട്ട് ആൻഡ് കൾച്ചർ. വെള്ളാനി എന്ന് പറഞ്ഞ ഈ പ്രദേശത്ത് ഒരുപാട് നന്മകൾ ഉണ്ടാകാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞുകുരുന്നുകൾ. ഇന്ന് സ്റ്റേജിൽ കയറി നിന്ന് തകർത്താടി നമ്മുടെ മുമ്പിൽ പ്രദർശനങ്ങൾ കാഴ്ചവെക്കും, കലാമേളകൾ കാഴ്ചവെക്കും. അവർക്ക് എല്ലാവർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ മുൻകൂട്ടി തന്നെ നേർന്നുകൊണ്ട് പാലക്കാടിന്റെ പേരിൽ പ്രത്യേകം ഒരിക്കൽ കൂടി നന്ദി. ബൈ ബൈ. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ. താങ്ക് യു. Thank you, Father, for your awesome song. The anecdote of every school lies in its school magazine. Sometimes it's a mirror that reflects the creative ideas of the buds, or the vast garden that makes the students sprout and blossom. And today, a new mirror will be brought up, a gallery of creative potentials of our students. Rhythm 2017. It's time to invite Sister Lily O.P., our Mother Superior, to unveil the sonia. I also request Sister Joyce O.P., our principal, to receive the first edition of our school magazine, Rhythm 2016-17. He has to realize and endeavor to accomplish it. Our school has always concentrated in instilling confidence in our students. Each and every batch who pass out from here always mark their footprints on the sands of time. The best example for this is the AISSE result of our former batch. Out of 49 students who appeared in the exam, 27 of them got full A1 and all others scored above 82%. Our result was the best one in Irunalakuda constituency, and now it's time to honor the tireless efforts of our students and teachers. I invite Sister Lima O.P., Superior General, to give away the certificate and then to address the audience. I also request the 27 shining stars
to come upon the stage and receive the certificates. Aditya Krishna, Aishwarya, Ajit Anthony, Ajit Jose, Alvin, Anandu, Anina Mary, Anina Simon, Angel Maria, Ashwin KW, Austin Francis, Bonita TU, Davish Davis. Jarin C. Anthony, Justin Jimmy, Krishna Priya, Lakshmi Priya, Mopika, Niduna, Ninu Dominic, Rahul KS, Tanojit MS, Shania Shams, Shreya AF, Shandika CS, Vishnu Vinod, and Sri Lakshmi Devi.